വിവരാവകാശ കമ്മീഷൻ ഒരുപക്ഷെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ശക്തമായ ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കെതിരെ നിരന്തരമായി നടന്ന അതിക്രമങ്ങളാണ് ഏറ്റവും പ്രധാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ. സർക്കാർ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കമ്മിറ്റിയെ തന്നെ നിശ്ചയിച്ചതും. അപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഒരുപക്ഷെ ഈ വനിതകളായ സിനിമാ പ്രവർത്തകർക്ക് നീതി കിട്ടും, ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്നതാണ് കാരണമായി. അതാണ് ഞങ്ങൾ ഉൾപ്പെടെ അത് പുറത്തു കൊണ്ടുവരാൻ ശ്രമം നടത്തിയത്. കാരണം കുറ്റകൃത്യങ്ങൾ ഒട്ടേറെ അതിനകത്തുണ്ട്. അപ്പം അതിൽ ഏതെങ്കിലും തരത്തിൽ പുറത്തു വരേണ്ട ഭാഗങ്ങളുടെ അത് വരട്ടെ എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ട് വിളിച്ചു വരുത്തി പരിശോധിച്ചത്. അപ്പോൾ എത്രത്തോളം പേജുകൾ പുറത്തുവിടാമായിരുന്നു? ഇങ്ങനെ ഇത്രത്തോളം പേജുകൾ അങ്ങ് റിപ്പോർട്ട് വിളിച്ചു വരുത്തി പരിശോധിച്ചത് വരെയുള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ അത് ഒരു ഡിവിഷൻ ബെഞ്ചിൻ്റെ പരിഗണനയിലിരിക്കുകയാണ്. ഞാൻ അതിന്മേൽ ഇപ്പോൾ അഭിപ്രായം പറയുന്നത് അത് അനുചിതമാകും. കാര്യം എന്താ വെച്ചാൽ എൻ്റെ പരിഗണനയിൽ നിന്ന് പോയി മറ്റൊരു ബെഞ്ച് അതിൻ്റെ തീരുമാനം എടുത്തിട്ടുമില്ല. തീരുമാനം വന്നതിന് ശേഷമായിരുന്നെങ്കിൽ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് പാർട്ട് ഓഫ് ദ സിറ്റിസൺ എനിക്ക് വേണേൽ അഭിപ്രായം പറയാം. പക്ഷേ ഇപ്പോൾ അതൊരു ബെഞ്ചിൻ്റെ പരിഗണനയിലിരിക്കുകയും പരിഗണിച്ചിരുന്ന മുൻ ബെഞ്ചിലെ ആളെന്ന നിലക്ക് ഞാൻ അതിന്മേൽ ഇപ്പോൾ അഭിപ്രായം പറയുന്നത്. സത്യത്തിൽ സർക്കാരും മന്ത്രിയുമൊക്കെ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് വിധേയമായ ഒരു വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. കാരണം റിപ്പോർട്ട് 4 വർഷം പൂഴ്ത്തിവെച്ചു എന്നുള്ള ആക്ഷേപം നേരിടേണ്ടി വന്നു. എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്നത് പരിശോധിച്ചിരുന്നു? തീർച്ചയായിട്ടും പരിശോധിച്ചു. റിപ്പോർട്ട് അതായത് 2017 ഇങ്ങനൊരു കമ്മിറ്റി WCC വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം നടക്കുമ്പോൾ അവർ പരാതികൾ പറഞ്ഞപ്പോൾ നിങ്ങളത് എഴുതി തരുമെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് അന്നേരം തന്നെ ഇതേക്കുറിച്ച് അന്വേഷിക്കാനും പഠനം നടത്തുന്നതിനും ഒരു കമ്മിറ്റി എടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരള സർക്കാർ തീരുമാനിച്ചപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ സിനിമാ മേഖല പിന്നെ ഒരുപാട് സ്വാധീനമുള്ള മേഖല, ഒരുപാട് സാമ്പത്തികം കറങ്ങുന്ന മേഖല, ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കപ്പലിൻ്റെ കച്ചവടക്കാരൻ മുതൽ സ്റ്റാർ ഹോട്ടലുകാർ വരെയുള്ളവരുടെ ഉപജീവന മേഖലയായത്. ഈ മേഖല അസംഘടിതവുമാണ്. എല്ലാത്തരം ലൈറ്റ് ബോയ്സ് ഉൾപ്പെടെ എല്ലാത്തരം ആൾക്കാർ ഇല്ലേ ഇവർ, പക്ഷെ ആരും സംഘടിതരല്ല. അസംഘടിതരായ ഒരു തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുകയും അവർക്ക് പിന്നെ മിനിമം വേജസ് ഉൾപ്പെടെയുള്ള അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ സെറ്റുകളിലെ ലൊക്കേഷനുകളിലൊക്കെ അവർക്ക് ശുചിത്വം ഉറപ്പാക്കുന്നത് വരെയുള്ള വിഷയങ്ങളെല്ലാം പഠിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നതിന് രാജ്യത്ത് ഏതെങ്കിലും ഒരു സർക്കാർ ഒരു പഠന കമ്മിറ്റി വെച്ചെങ്കിൽ അത് കേരള സർക്കാരാണ്. അങ്ങനൊരു പഠന റിപ്പോർട്ട് വാങ്ങിയത് നേരെ പബ്ലിക്കിന് മുമ്പിലോട്ട് കൊടുക്കാനല്ല, ഗവൺമെൻറ്റിൻ്റെ ഞാൻ കമ്മീഷൻ പരിശോധിച്ച വേറെ കാര്യം. ഗവൺമെൻറ്റിന് റിപ്പോർട്ട് കിട്ടിയാൽ അത് ചെയ്യുന്ന പബ്ലിക് കൊണ്ടുപോയി വായിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കലല്ലല്ലോ. അതിന്മേൽ ഗവൺമെൻറ് നടപടികളെടുക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റേതായ സ്റ്റെപ്സ് ഉണ്ട്, അതിനുള്ള സമയങ്ങളുണ്ട്. ഞാൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗെറ്റിംഗ് ദാറ്റ് റിപ്പോർട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് ചലച്ചിത്ര അക്കാദമിയും അതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടൊരു കമ്മിറ്റി എടുത്തു. ഈ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും അതിന് നേതൃത്വം വഹിക്കുന്നതിനും സെക്രട്ടറി ലെവൽ പ്രവർത്തനം, ഫയൽ പ്രവർത്തനം നടത്തുന്നതിനും ചലച്ചിത്ര അക്കാദമിയെ ചുമതലപ്പെടുത്തി. ഗവൺമെൻറ് സെക്രട്ടറിമാരുൾപ്പെടെ, കൾച്ചറൽ സെക്രട്ടറി ഉൾപ്പെടെ ഗവൺമെൻറ് സെക്രട്ടറിമാരും ഫിനാൻസിലെ ആൾക്കാരും ഒക്കെ ഉള്ള കമ്മിറ്റിയായിരുന്നു. ഈ കമ്മിറ്റി 2-3 പ്രാവശ്യം സിറ്റിംഗ് നടത്തി. 1 കോടിയിൽ പരം 1,60 lakhs ഓഫ് റുപ്പീസ് ഇതിൻ്റെ വേണ്ടി പ്രവർത്തനത്തിന്, ഹേമ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് വേണ്ടി സർക്കാർ കൊടുത്തതാണ്. ചലച്ചിത്ര അക്കാദമിക്ക് തുടർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പണവും അനുവദിച്ചു കൊടുത്തു. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരു ഏജൻസിയെ ഏൽപ്പിച്ചാൽ ആ ഏജൻസി കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നവരെ സാവകാശം കൊടുക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗമല്ലേ. അതിപ്പോൾ ഏത് ഗവൺമെൻറ്റിന് ഇറസ്പെക്റ്റീവ് ഓഫ് പോളിറ്റിക്സ് ഓർ ദ ലീഡർ ആരായിരുന്നാലും അതിന് സമയമുണ്ട്, കൊടുക്കണം. പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളൊരു പ്രധാന കാര്യം, ഓരോ പോയിൻറ്റും പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം കൊണ്ടുവന്ന റെക്കമെൻഡേഷൻസ് ഓഫ് ദ കമ്മിറ്റി ഓർ റിപ്പോർട്ട് അങ്ങനെയല്ല ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു പാരഗ്രാഫ് പറയുക, അതിനകത്ത് അതിൻ്റെ ശുപാർശ പറയുക, അടുത്ത പാരഗ്രാഫ് പറഞ്ഞ് പോകുമ്പം ഇടയ്ക്കൂടി ഇതിങ്ങനെ ചെയ്യുന്നത് ഉചിതമായിരിക്കും എന്ന് പറഞ്ഞ് തീരാതെ തന്നെ അടുത്ത പോയിൻ്റ് അതിൻ്റെ കൂടെ ചേർത്ത് കൊണ്ട് പോവുക. അപ്പോൾ ഈ പാലിൽ പഞ്ചസാര പോലെ ഇങ്ങനെ ഇത് മിക്സായി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഈ പറഞ്ഞ സെവർ ചെയ്തെടുക്കുകയും അതിനെ എൻലിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഗവൺമെൻറ് കൊടുത്ത ടേംസ് ഓഫ് റെഫറൻസ് എനിക്ക് വളരെ എന്നെ ആകർഷിച്ച സ്ഥാനമാണ്. നല്ല ഒന്നാം തരം ടേംസ് ഓഫ് റെഫറൻസാണ് കൊടുത്തിരുന്നത്. ആ ടേംസ് ഓഫ് റെഫറൻസിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു സെപ്പറേറ്റ് ലിസ്റ്റ് ഓഫ് റെക്കമെൻഡേഷൻസ് ഇല്ല. ഇതിനകത്ത് മിക്സഡാണ്. ആ മിക്സഡായ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത് പല മേഖലകളിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ചെയ്യേണ്ടതാണ്.
ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട സാധനമുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്, കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്, ഫിനാൻസുകാർ ഇടപെടേണ്ടുന്ന കാര്യമുണ്ട്. ഇതിനെ എല്ലാം ഏകോപിപ്പിക്കുന്നതിനൊരു കമ്മിറ്റി എടുക്കുകയും ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിനൊരു ഏജൻസിയെ ചലച്ചിത്ര അക്കാദമി ചുമതലപ്പെടുത്തുകയും ചെയ്യുക വഴി ഗവൺമെൻറ് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം എന്തുകൊണ്ട് പബ്ലിക്കിന് ഇതേക്കുറിച്ച് ധാരണ കിട്ടിയില്ല എന്ന് ചോദിച്ചാൽ ഇറ്റ് ഡിപ്പെൻസ്. അത് ചെയ്ത ഏജൻസിയുടെ മറ്റവരുടെ കാര്യമാണ്. പിന്നെ ഈ റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തു വന്നില്ല എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് വാങ്ങുന്നത് ജനങ്ങൾക്ക് വായിക്കാൻ കൊടുക്കാനായിരുന്നില്ല അവരുടെ ലക്ഷ്യം, അതല്ല. പിന്നെ നിങ്ങളൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ എന്തുകൊണ്ടത് കിട്ടിയില്ല എന്നത് എപ്പോഴും വിവരാവകാശ നിയമവും ഉദ്യോഗസ്ഥരും അങ്ങനെയാണ്. മറ്റെല്ലാ നിയമങ്ങളിലും നിയമം നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥരും ശിക്ഷിക്കപ്പെടുന്ന പബ്ലിക്കുമാണ്. എല്ലായിടും പ്രതിയായിട്ട് വരുന്നതും ഫൈൻ അടയ്ക്കേണ്ടി വരുന്നതും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതും പബ്ലിക്കാണ്. ഇവിടെ നിയമം നടപ്പാക്കാൻ കയ്യിലെടുക്കുന്നത് പബ്ലിക്കാണ്. എതിർസ്ഥാനത്ത് വരുന്നതും കുറ്റക്കാരനായി പ്രഖ്യാപിക്കപ്പെടുന്നതും ഫൈൻ അടയ്ക്കേണ്ടി വരുന്നതും ട്രാൻസ്ഫർ അല്ലെങ്കിൽ ശിക്ഷ നേരിടേണ്ടി വരുന്നതും കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുന്നതൊക്കെ ഉദ്യോഗസ്ഥരാണ്, സർക്കാരിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? എപ്പോഴും വിവരാവകാശ നിയമത്തിന് നിന്ന് ഇതിൻ്റെ പിടികളിൽ നിന്ന് ക്ലച്ചസിൽ നിന്നും ദൂരോട്ട് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇപ്പോൾ പ്രിമച്ചറാണ്, സ്വകാര്യതയിലേക്ക് കടക്കുന്ന കാര്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു ഓർഡർ അവർക്ക് വിവരാവകാശ കമ്മീഷണറിൽ നിന്ന് തന്നെ കിട്ടിയത്. അത് ആയുധമാക്കിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥരാണ് സത്യത്തിൽ ഇതിനെ എങ്ങനെ നീട്ടി കൊണ്ടുപോയത്. അത് പെട്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് എനിക്ക് അൾട്ടിമേറ്റ്, അതായത് റിപ്പോർട്ട് പുറത്തു കൊടുക്കണോ വേണ്ടയോ എന്ന് കമ്മീഷൻ തീരുമാനിക്കാം. പക്ഷേ തീരുമാനിക്കുന്നതിന് മുമ്പ് കൊടുക്കേണ്ടതോ ആയ വിവരം ഇതിനകത്തുണ്ടോ എന്ന് കമ്മീഷനൊന്ന് മനസ്സിലാവണ്ടേ? ഞാൻ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ, അതായത് എൻ്റെ കയ്യിൽ അപേക്ഷ കിട്ടുന്നു, റോഷിബാലിന് നന്നായിട്ടറിയാം, 10 ദിവസത്തെ ഗ്യാപ്പിട്ടാണ് ഞാൻ റിപ്പോർട്ട് വാങ്ങുന്നത്. 15ാമത്തെ ദിവസം ഞാൻ ഹിയറിങ് നടത്തുന്നു. അപ്പം ഇത് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഹിയറിങ് വിളിക്കുന്ന സമയത്ത് അവരൊരു തരം ലാഘവത്തോടെ വരുന്നത്. കയ്യും വിട്ടടി വരിക, അല്ലെങ്കിൽ നമ്മൾ അയച്ച കത്തിൻ്റെ കോപ്പിയും കൊണ്ട്, സാർ അത് ഫയല് റിപ്പോർട്ട് നമ്മൾ മിനിസ്റ്റർ ഓഫീസിലാണ് സാർ. അപ്പോൾ എപ്പോൾ തരാം? അത് അടുത്ത സിറ്റിങ്ങിന് തരാം. അപ്പോൾ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞ് സിറ്റിംഗ് വെക്കുമ്പോൾ സാർ അത് ക്യാബിനറ്റിൽ വെക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് സാർ. ശരി, അടുത്ത പ്രാവശ്യം ക്യാബിനറ്റ് വെച്ചോ? ഇല്ല സാർ, അത് നടപടിയായിട്ടില്ല സാർ. അത് കഴിഞ്ഞ് വന്നിട്ട് അവരെന്താ പറഞ്ഞത്? സാർ അത് നിയമോപദേശം തേടിയിരിക്കുക. വിവരാവകാശ കമ്മീഷന് സർക്കാരിൻ്റെ ഒരു രേഖ പരിശോധിക്കാൻ കൊടുക്കണോ വേണ്ടയോ എന്ന് നിയമോപദേശം തേടിയിരിക്കുകയാണെന്ന് പറയാൻ വരെയുള്ള ധാർഷ്ട്യം അവർക്കുണ്ടായി, അല്ലെങ്കിൽ അറിവുകേട് അവർക്കുണ്ടായി. അപ്പോഴാണ് നമുക്ക് സിവിൽ കോടതിയിൽ അധികാരങ്ങളെടുത്ത് പ്രയോഗിച്ചിട്ട് സീനിയർ IAS ഓഫീസറാണ് സെക്രട്ടറി, നമ്മളവർക്ക് നോട്ടീസ് കൊടുക്കേണ്ടി വരുന്നു. ഇന്ന ദിവസം ഇത്ര മണിക്കകം നമുക്ക് റിപ്പോർട്ട് തരണമെന്ന് പറയുന്നു. റിപ്പോർട്ട് നേരെ കൊണ്ടുവന്ന റിപ്പോർട്ടിലും പിന്നെ നമ്മളും വിജൻ്റായി. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് തരുന്നതിന് വരെ ഒരു ബുക്കിംഗ് കൊണ്ട് തന്ന് കവറിനെ പാക്ക് ചെയ്ത് തന്നാണെങ്കിലോ അവർ നാളെ റിപ്പോർട്ട് കമ്മീഷൻ തന്നു എന്ന് പറയില്ലേ? സോ അവരുടെ പ്രസൻസിൽ ഞാൻ എൻ്റെ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ മൊബൈൽ ഫോണിലാണെങ്കിൽ പോലും വീഡിയോയുടെ പ്രസൻസിൽ അവരെ കൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യിച്ച് ഇത് റിപ്പോർട്ടാണ്, ഇതിനകത്ത് ബാക്കി അറ്റാച്ച്മെൻറ്റ്സ് എല്ലാം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് വിട്ടത്. ആ സാധനം നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചു. അതിന് ഒരുപാട് സമയമെടുത്തു, കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യേണ്ടി വന്നു. പരിശോധിച്ചിട്ടാണ് ഇത് കൊടുക്കാൻ നമ്മൾ നിർദ്ദേശിച്ചപ്പോൾ അവരെ കൂടുതൽ സേഫർ സൈഡിലാക്കിക്കൊണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ ഇന്ന ഭാഗങ്ങൾ കൊടുക്കണ്ട. അപ്പോൾ അവിടെ അത്രയും ഒരു സേഫായി. ബാക്കി ഭാഗങ്ങൾ അവർക്ക് കൊടുക്കാവുന്ന ഒരുപാടുണ്ട്, കൊടുക്കാമായിരുന്നു. അവരവിടെയൊക്കെ കാണിച്ചതെന്താണെന്ന് വെച്ചാൽ, ഈ ഒന്നുകിൽ അവർക്ക് ഇതിങ്ങനെ ചവിട്ടിപ്പിടിക്കുക വഴി ഒരുതരം രസവും സർക്കാരിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ പോകും, സർക്കാരിലേക്ക് ആരോപണത്തിൻ്റെ മുന പോകുന്നതിൽ ആസ്വദിച്ച് ആരെങ്കിലും അതിനകത്തുണ്ടാവും. അല്ലെങ്കിൽ അവരുടെ അറിവുകേടോ അല്ലെങ്കിൽ അവരാരുടെയെങ്കിലും സ്വാധീനത്തിൽ ഈ ഉദ്യോഗസ്ഥ വൃന്ദം വഴങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ സാധ്യതകളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ട് എന്ന് ഒരു അലിഗേഷനേ അല്ല, സാധ്യതകളാണ്. ഒന്നുകിൽ പൊളിറ്റിക്കലി ഈ ഉദ്യോഗസ്ഥർക്ക് സർക്കാരിനെതിരെ അടിക്കാനുള്ള ഒരു ആയുധം, ആരോപണത്തിൻ്റെ മുനകൾ സർക്കാരിലേക്ക് പോകാൻ ഇത് നല്ലൊരു സാധനമാണ്, അവർക്ക് വേണേൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നേരത്തെ ചോദിച്ച പോലെ ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസിലോ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് പലതരമുണ്ടല്ലോ ആവാം. ഇതൊന്നുമല്ലെങ്കിൽ അവർ രാജാവിനേക്കാൾ വലിയ രാജഭക്തി എടുത്തിട്ടുണ്ടാവാം. എന്തായിരുന്നാലും കമ്മീഷനെ സംബന്ധിച്ച് കമ്മീഷനാണ് നമുക്ക് സാധനം വരുത്തി നമ്മൾ പരിശോധിച്ചു, കൃത്യമായി പറഞ്ഞു ഇന്നത് കൊടുക്കണ്ട, ബാക്കിയുള്ളത് നിങ്ങൾ സെവർ ചെയ്തിട്ട് കൊടുക്കണം. ആ കൊടുത്തതിനകത്ത് അവരുടെ നടപടികളിലാണ് പിന്നീട് ആരോപണം.